സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സർഗസമ്പന്നമായ ജീവിതം കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച ഒരു മനുഷ്യൻ. 7 പതിറ്റാണ്ടുകാലം കൊണ്ട് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക മേഖലയെ അത്ഭുതാവഹമായ ഉയരങ്ങളിലേക്ക് എത്തിച്ച മഹാപ്രതിഭ. ആ പ്രതിഭാധനനെ തിരിച്ചറിയാൻ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന ദീർഘമായ നാമം ആർക്കും ആവശ്യമായി വന്നില്ല. മലയാളത്തിന്റെ അക്ഷരപുണ്യത്തെ ആദരപൂർവം കേവലം 2 അക്ഷരം കൊണ്ട് ഏവരും വിശേഷിപ്പിച്ചു: MT. ആദ്യം പുറത്തിറങ്ങിയ നോവൽ നാലുകെട്ട് 1958 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുമ്പോൾ MTക്ക് പ്രായം 25. തുടർന്നിങ്ങോട്ട് മലയാള സാഹിത്യത്തിന്റെ ഗതി മാറ്റി എഴുതിയ ഒട്ടനവധി കൃതികളിലൂടെ വായനക്കാരുടെ ആരാധനാപാത്രമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. മഞ്ഞ്, കാലം, അസുരവിത്ത്, 2-ാം മൂഴം, വാരാണസി തുടങ്ങിയ ക്ലാസിക് നോവലുകൾ, ആഖ്യാന ശൈലി കൊണ്ട് വ്യത്യസ്തമായ ഒട്ടനവധി ചെറുകഥകൾ, പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചലച്ചിത്രങ്ങൾ, 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പാതിയെ തന്റെ പ്രതിഭ കൊണ്ട് സമ്പന്നമാക്കിയ അക്ഷര നക്ഷത്രമായിരുന്നു MT വാസുദേവൻ നായർ. സസ്നേഹത്തിൽ MT വാസുദേവൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ അശ്വതി V നായർ. ഏതൊരു മലയാളിയെ സംബന്ധിച്ചും അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വായനയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് MTയെ വായിച്ചു തുടങ്ങിയൊരു ബാല്യകാലം. 1960-കൾക്ക് മുൻപ് തന്നെ മലയാളത്തിൽ വളരെ മികച്ച ഒരു എഴുത്തുകാരൻ എന്ന ഖ്യാതി നേടിയ ആളാണ് MT. അപ്പോൾ അശ്വതിയുടെ ഒരു ചെറുപ്പകാലത്തൊക്കെ അച്ഛൻ ഇത്രയും വലിയൊരു എഴുത്തുകാരനാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു പ്രായം ഏതാണ്? ഞാനൊരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ആ സമയമാണ്. അതുവരെ അച്ഛൻ മാത്രമാണ്. പിന്നെ വീട്ടിൽ ഒരുപാട് വലിയ വലിയ സാഹിത്യകാരന്മാരും സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളൊക്കെ വന്നു പോവും. അച്ഛനുമായിട്ട് ഒരുപാട് പേർക്ക് അങ്ങനത്തെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. 8-ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് അച്ഛൻ എഴുതിയ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. ആ സമയത്താണ് നമുക്ക് സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതൊരു പതിവില്ലാത്തൊരു സംഗതിയാണല്ലോ. അപ്പോൾ ആ പ്രായത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. പിന്നെ 10-ാം ക്ലാസ്സിൽ വീണ്ടും അച്ഛൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു പഠിക്കാൻ. അതേതായിരുന്നു? ഒന്ന് നിന്റെ ഓർമ്മയ്ക്ക് അതിൻ്റെ ഒരു ഭാഗവും, പിന്നെ ഒന്ന് കാഥികൻ്റെ കല. ഇത് രണ്ടുന്നുള്ള ഭാഗങ്ങളാണ്. ഏതാ 8-ാം ക്ലാസ് 10-ാം ക്ലാസ് എന്ന് ഓർമ്മയില്ല, പക്ഷെ ഇത് രണ്ടും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ശരിക്കും ഇത്രയും വലിയൊരു എഴുത്തുകാരൻ എന്ന് വെച്ചാൽ നമ്മൾ പുസ്തകത്തിൽ മറ്റുള്ള എഴുത്തുകാരെന്ന് പറയുന്നത് ഇടശ്ശേരിയുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവരുടെയൊക്കെ ഒപ്പം അച്ഛൻ്റെയും കൂടി പഠിക്കുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു റിയലൈസേഷൻ വരുന്നത് അച്ഛൻ എത്ര വലിയ ഒരു സാഹിത്യകാരനാണെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രായത്തിലാണ്. ഇപ്പോൾ അച്ഛൻ്റെ ചെറുകഥകൾ സ്കൂളിൽ പഠിക്കുന്നു. അതിനുശേഷം ആദ്യമായിട്ട് അച്ഛൻ്റെ ഒരു നോവൽ വായിക്കുന്നത് ഏതാണ്? നാലുകെട്ട്. ഞാനത് 10-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നാലുകെട്ട് വായിക്കുന്നത്. അതാണ് ആദ്യം വായിച്ച നോവൽ. അതെനിക്ക് വളരെയേറെ പരിചിതമായ സ്ഥലവും വെച്ചാൽ അച്ഛൻ്റെ നാടാണ്, നാട്ടിൻപുറം. പിന്നെ കുറേ ആളുകളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള പല ആളുകളും അതിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി ആ പ്രായത്തിൽ. നാലുകെട്ടാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടോ? അത് എഴുതാനുണ്ടായ പശ്ചാത്തലവും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? ഇല്ല, ഞാൻ അച്ഛൻ്റെ എഴുത്തുകളെക്കുറിച്ച് ആ പ്രായത്തിലൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള ഒരു എന്താ പറയുക പക്വത മാത്രമല്ല, ഒരു നമ്മൾ രണ്ടുപേരും, ഞാൻ ചെറുതാണ്, അപ്പോൾ പ്രായം കൊണ്ട് അച്ഛൻ അത്ര ഓപ്പൺ കോൺവെർസേഷൻ ആയിട്ടില്ല. ഞാനൊരു പ്രീ ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛനുമായി ഇരുന്ന് പുസ്തകങ്ങളും സിനിമകളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മളും മുതിർന്നതിന് ശേഷമായിരിക്കും അച്ഛനും
കംഫർട്ടബിളായി വന്നത് നമ്മളോടിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അപ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കുക പൊതുവേ ഞങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ്. മിക്കപ്പോഴും അച്ഛൻ യാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ പുസ്തകങ്ങൾ കൊണ്ടുവരും. പിന്നെ അന്നൊക്കെ VHS ആണല്ലോ, VHS CD-യിലേക്ക് മാറിയിട്ടില്ല. അപ്പോൾ VHS കൊണ്ടുവരും, വീഡിയോ പല പടങ്ങളും കാണും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പോൾ അതൊരു റെഗുലർ എക്സസൈസ് ആയിരുന്നു. അപ്പം ചിലപ്പോൾ അച്ഛൻ തന്നെ പുസ്തകങ്ങൾ എടുത്തു തരും, ഇത് നല്ലതാണ്, വായിക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ വായിക്കാം എന്നുള്ള പോലെ. അങ്ങനെ പിന്നെ ഇന്നത് വായിക്കണം, ഇന്നത് മലയാളം കൃതികൾ തന്നെയാണോ അല്ലാതെ? മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷാണ് എടുത്തത്. എനിക്ക് ഇംഗ്ലീഷ് സാഹിത്യം ആണ് എൻ്റെ വിഷയം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ ധാരാളം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ റെഫറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ആൾ കൃത്യമായിട്ട് പറഞ്ഞുതരും, ഇന്ന ഷെൽഫിൽ ഇന്ന പുസ്തകമുണ്ട്, അത് നോക്കിയാൽ വല്ലതുമൊക്കെ കിട്ടും. ഈ ഹെമിംഗ്വേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു തോന്നുന്നു അല്ലേ? അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? കാരണം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു ഹെമിംഗ്വേയുടെ ഒരു ഹീറോയിസം അച്ഛനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തും ഓഫൺ അപ്പോഴാണ് ഞാൻ ഹെമിംഗ്വേ ഒരു മുഖവര എടുത്ത് വായിക്കുന്നത്. എനിക്ക് കോളേജിൽ പഠിക്കാനുണ്ടായിരുന്നു ഹെമിംഗ്വേ. അപ്പോൾ ഞാനൊരു അതിൻ്റെ കൂടെ നമുക്ക് ആഡഡ് ഇൻഫർമേഷനാണ് എന്ത് വായിക്കുന്നത്. അപ്പം അങ്ങനെ ആണ് ഞാൻ ഹെമിംഗ്വേ ഒരു മുഖവര എടുത്ത് വായിക്കുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ആ ഒരു സംവേർ ദെർ ഇസ് എ ഹീറോയിസം. അപ്പോൾ അതിൽ ഒരു അച്ഛന് തോന്നിയ ഒരു ആരാധന അത് വളരെ സ്പഷ്ടമാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ. പിന്നെ അച്ഛൻ സ്പെയിനിൽ പോയി, അപ്പോൾ അവിടെ പോയിട്ട് കാളപ്പോര് കാണണം. അപ്പോൾ ഇതൊക്കെ ഹെമിംഗ്വേ എഴുതി വെച്ചത് ആളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് നേരിട്ട് അനുഭവിക്കണം എന്നെങ്കിലും പോകുമ്പോൾ അപ്പോൾ അത് ആ ഒരു ഉദ്ദേശം. സ്പെയിനും പോർച്ചുഗലൊക്കെ പോയപ്പോൾ അപ്പോൾ അവിടെ സ്പെയിനിൽ പോയിട്ട് ആദ്യം ചെയ്ത് ഇത് കാണണം എന്ന് പറഞ്ഞിട്ട്. സോ അത്രയും വളരെ ഇഷ്ടമായിരുന്നു. അതിന് പ്രത്യേകിച്ച് എന്താ കാരണം എനിക്ക്. ഇപ്പോൾ നമ്മൾ ഈ ഹീറോയിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ MT ഇതുപോലെ തന്നെയാണ്. കാരണം നമുക്ക് ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ്. ഇതുപോലെ ഒരു എഴുത്തുകാരൻ ഇത്രയും സാഹസികനാണോ എന്നുള്ള കാര്യം. ആ അദ്ദേഹത്തിന്റെ ഒരു ഹീറോയിസം എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അങ്ങനൊരു എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ ഹീറോയിസം. ധൈര്യം എന്ന് പറയാം. പിന്നെ കൺവിക്ഷനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. ആ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിലേ അച്ഛനത് ചെയ്യുള്ളൂ. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ തുഞ്ചൻപറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഭയങ്കര ഒരു വിഷനാണ്. അത് ഏറ്റെടുക്കുന്ന സമയത്ത് അതെന്തായിരുന്നു, പിന്നെ ഇതങ്ങോട്ട് എങ്ങനെ വരണം എന്നുള്ളൊരു വിഷൻ അത് ആദ്യം മനസ്സിലുണ്ടാവും. പിന്നെ പലയിടത്തും യാത്ര ചെയ്യുമ്പോൾ ഷേക്സ്പിയറിൻ്റെ ജന്മസ്ഥലം, കുറേ ഇൻസ്പിറേഷൻ അങ്ങനെ പലതും കണ്ടിട്ട് ഇതുപോലൊന്ന് നമുക്ക് വേണം. അപ്പം അങ്ങനെ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ഒരു സ്ഥലം, അവിടെ ഭാഷയുമായി ബന്ധപ്പെട്ടതെല്ലാം റിസർച്ച് വരെ എല്ലാം സജ്ജീകരിക്കുക. അപ്പോൾ ആ ഒരു വിഷനാണ്. അപ്പം ധൈര്യം തന്നെയാണത്. പല ഘട്ടത്തിലും പല പ്രതിസന്ധികളും, അവിടെ പണിക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പുറകോട്ട് പോവില്ല. ഭയങ്കര ധൈര്യം തന്നെയാണ്. അത് ചിലപ്പോഴെങ്കിലും ഇപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ അമ്മയ്ക്കോ അല്ലെങ്കിൽ മകൾക്കോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില കാര്യങ്ങൾ സ്വന്തം കൺവിക്ഷൻ അപ്പുറത്തേക്ക് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമ്മളതിനെ ബുദ്ധിമുട്ടായിട്ടല്ല കാണുക, അത് ഓരോരുത്തരുടെ തീരുമാനമല്ലേ. അച്ഛൻ്റെ തീരുമാനം അതാണ്. അപ്പം അതിനെ നമ്മൾ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൽ അച്ഛൻ യെസ് പറഞ്ഞാൽ യെസ് ആണ്, നോ പറഞ്ഞാൽ നോ ആണ്. അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അതെന്നും അങ്ങനെ തന്നെയാണ്. ആര് പറഞ്ഞാലും അങ്ങനെ തന്നെ. അത്രയും ദൃഢനിശ്ചയത്തോടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പം പിന്നെ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കൂടെ നിൽക്കുക തന്നെ നിർത്തിയുള്ളൂ. MT വാസുദേവൻ നായർ ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം. ആകാശവാണിയിൽ ഞാൻ കഥകൾ വായിച്ചിട്ടുണ്ട്. 2 കഥ 3 കഥ. കഥയുടെ ഒരു ഉത്സവം പോലെ എന്തെങ്കിലും ഓണക്കാലത്തോ വാരം അല്ല, അന്ന് 2 കഥ 3 കഥയൊക്കെ ഉണ്ടായിരുന്നു. NP മുഹമ്മദ് ഞാനും കൂടി പോയിട്ട് ഓരോ കഥ വായിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കഥ വായിച്ചിട്ടുണ്ട്, പല കഥകളും വായിച്ചിട്ടുണ്ട് ആകാശവാണിക്ക്. അത് PC റൂബിൻ്റെ വകുപ്പായിരുന്നു. അത് പലപ്പോഴും കഥകൾ വായിച്ചിട്ടുണ്ട്. പിന്നെ അപൂർവം ചിലപ്പോൾ ചില ലേഖനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് PC ഉള്ള കല, അന്ന് ഫോക്കണർ ഞാനുള്ളപ്പോഴാണ് മാതൃഭൂമിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. വില്യം ഫോക്കണർ മരിച്ചു. അപ്പോൾ പെട്ടെന്ന് PC വിളിച്ചിട്ട് വാസു ഫോക്കണർ എല്ലാം വായിച്ചിട്ടുണ്ട്.
നമ്മൾ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്നും വായനയുടെ ഒരു കാര്യത്തിൽ ഞാൻ ഒരു ആളതാണ് എന്നെ വിളിച്ച് ചോദിക്കുന്നത്. പെട്ടെന്ന് ഒരു 15 മിനിറ്റത്തേക്ക് ഫോക്കനറെ പറ്റിയൊരു ടോക്ക് നാളെ, ഞാൻ ഡെയിലത്തെ പുസ്തകങ്ങളൊക്കെ മതി. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഒരു ലേഖനം എഴുതി, പിറ്റേന്ന് പോയിട്ട് അത് വായിച്ചു. അവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ താരതമ്യേന ഇളംപ്രായക്കാരനായ ഞാൻ കയറി വരാം. ഗ്രൂപ്പുണ്ടായിരുന്നു, ഇവരൊക്കെ അവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ ഒരു പാലക്കാടൻ ഗ്രാമം കൂടല്ലൂര്, അവിടുത്തെ പാടം, നിളാനദി, കുമരനെല്ലൂർ, ഗ്രാമീണത അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെയും ആ ഒരു പശ്ചാത്തലമൊക്കെ. ആ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നടത്തിയിട്ടുള്ള യാത്രകളും മറ്റുമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഓണത്തിന് ഞങ്ങൾ നാട്ടിൽ പോകും. എല്ലാ ഓണവും അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവരൊക്കെയാണ് തറവാട് വീട്ടിൽ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ജ്യേഷ്ഠൻ തൊട്ടടുത്ത വീട്ടിൽ. അപ്പോൾ അവരൊക്കെ ഉള്ളിടത്തോളം ഞങ്ങൾ എല്ലാ ഓണം, ചിലപ്പോൾ വിഷുവിനും പോയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം ഐ തിങ്ക് ഐ വാസ് വെരി ബ്ലെസ്ഡ്. അച്ഛൻ എഴുതിയതൊക്കെയും കുറേയൊക്കെ എനിക്കും കാണാൻ സാധിച്ചിട്ടുണ്ട്, അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുഴയുടെക്കര ഒരു റോഡിനപ്പുറം വയൽ. ഈ വയലിൻ്റെ തീരത്തിലായിരുന്നു എല്ലാണ് വീടുകളൊക്കെ, ഞങ്ങളുടെ വീടടക്കം. അപ്പോൾ റോഡിൽ നിന്ന് നോക്കിയ ഓരോ വീട്ടിലേക്കും കയറിപ്പോകുന്ന പടികൾ കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അതാണ് പിന്നീട് കഥകളിലും ഒക്കെ വന്നത്. ഈ ഗ്രാമത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് കൃഷിയുടെ സംസ്കാരമാണ്, വയലുകളാണ്. പുഴ കടന്ന വയലിൻ്റെ മീതിയാണ് ഞങ്ങളുടെയൊക്കെ വീടുകൾ, അതിൻ്റെ പിന്നിൽ കുന്നും. അപ്പോൾ ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ മിക്കപ്പോഴും അവിടെ വന്ന അച്ഛനും വല്യച്ഛനും ആ കോലായിൽ ഇങ്ങനെ കുറേ ഇരിക്കും. പിന്നെ അച്ഛൻ അവിടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കാനൊക്കെ പോവും. പിന്നെ അവിടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അവർക്കാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാവാം. അച്ഛൻ വരണമെന്ന് പറഞ്ഞാൽ ചുറ്റുപുറത്തുനിന്ന് കുറേ പേര് വരും. എല്ലാവരുടെയും കൂടെ ഇരുന്ന് വർത്തമാനം പറയുക. കുട്ടികളോടൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ആളുകളോട് വർത്തമാനം പറയുക, കുശലാന്വേഷണം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും കേൾക്കാറുള്ള ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ആരോപണമായിട്ടോ ഒക്കെ എല്ലാവരും പറയുന്നതാണ് പൊതുവെ മൗനമാണ് എല്ലാ സമയത്തുള്ളത് എന്ന്. അത് ശരിക്കും അങ്ങനെ തന്നെയാണോ? അതെ, 90% സമയത്തും സംസാരം വളരെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. നിങ്ങളുടെ അടുത്തെല്ലാം അങ്ങനെയാണ്? എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ്. ആവശ്യത്തിൽ കൂടുതൽ ഒരു വാക്ക് പോലും അവിടുന്ന് വരില്ല. അതാരോടായാലും ശരി. അത് ഓരോ വാക്കും അളന്ന് മുറിച്ച് തൂക്കി അത് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക. നമുക്ക് കുട്ടിക്കാലത്ത് തോന്നും എന്താ അച്ഛനൊന്നും മിണ്ടാത്ത. അന്നൊക്കെ മൂളലായിരുന്നു, ഒരു മൂളലേ കിട്ടുള്ളൂ. പക്ഷെ മുതിരുമ്പോൾ കുറേ കൂടെ ഫ്രീ ആയിട്ട് വർത്തമാനം പറയും. പക്ഷെ അതിനൊരു തോന്നണം, അതിനൊരു മൂഡുണ്ടാവണം. ചിലപ്പോൾ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറേ കൂടി വാചാലനാവും. സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രസരിപ്പോടെ സംസാരിക്കും. പക്ഷെ അതല്ലാത്ത സമയത്ത് മോസ്റ്റ് ഓഫ് ദി ടൈം സൈലൻ്റ് ആണ്. അത് വെച്ചിട്ട് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നുമല്ല, വളരെ കൃത്യമായിട്ടെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഒരു സൈലൻസ്, അത് അവരുടെ ഒരു സ്വകാര്യത, അവർക്ക് ഇഷ്ടമുള്ളൊരു സംഗതി. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. പുഞ്ചിരി ഇതുപോലെ തന്നെയാണ്. അതെ, വളരെ അപൂർവം. അങ്ങനെ പൊട്ടിച്ചിരിയൊക്കെ വളരെ റെയറായിട്ടേ കാണുള്ളൂ. ഈ നേരത്തെ പറഞ്ഞല്ലോ കൂടല്ലൂരിൽ വരുമ്പോൾ ചുറ്റുമുള്ള ആളുകളൊക്കെ കാണാൻ വരുന്നു. അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും അദ്ദേഹത്തെ കാണാൻ നിരന്തരം വായനക്കാരായാലും സുഹൃത്തുക്കളായ എഴുത്തുകാരാവാം, നടന്മാരാകാം, സിനിമാ സംവിധായകരാകാം, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വരെ വരാറുണ്ട്. അപ്പോൾ ഈ വീട്ടിലൊരുപാട് അതിഥികൾ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിലൊരു ആതിഥേയൻ എങ്ങനെയാണ്? ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ വരും. ചിലർ നേരത്തെ കൂട്ടി വിളിച്ച് പറഞ്ഞ സമയമൊക്കെ ചോദിച്ചു വരുന്നവരുണ്ടാവാം. ഒരുപാട് പേര് അങ്ങനെ കയറി വരുന്ന ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ അവിടെ വാതിലൊന്നും അടയ്ക്കാറൊന്നുമില്ല. വാതിലും ഗേറ്റും ഒക്കെ എന്നും തുറന്നിട്ടിട്ട് തന്നെയാണ്. അപ്പം ആർക്കും അങ്ങനെ പ്രവേശനം വിലക്കാറൊന്നുമില്ല. അല്ല, ഇങ്ങനെ ആളുകൾ വരുമ്പോൾ തന്നെ ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വായനയായാലും എഴുത്താണെങ്കിലും അതിനിവിടുന്ന് മാറി നിൽക്കും. വീട്ടിലിരുന്ന് എഴുതാറില്ല. വീട്ടിലിരുന്നാൽ അതിനൊരു പ്രൈവസി ഇല്ല. എവിടെയാണ് പോവാറുള്ളത്? പണ്ടൊക്കെ ഇവിടെ തന്നെ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ മുറിയെടുത്തിട്ട് ഇരുന്നാണ് എഴുതാറ്.
രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്യും. പിന്നെ ഓരോ വർക്കിനനുസരിച്ചാണ്. ഇപ്പോൾ വാരാണസി നോവൽ എഴുതുന്ന സമയത്ത് 3 തവണ വാരാണസി പോയി താമസിച്ചു, കുറേ 10-15 ദിവസം. പിന്നെ അതിന് ശേഷമാണ് എഴുതുന്നത്. അപ്പോൾ എഴുത്തിന് സ്വകാര്യത അത്യാവശ്യമാണ്. അപ്പോൾ ചിലപ്പോൾ അടുത്തുള്ള വല്ല സ്ഥലത്തും ഇരിക്കും, ചിലപ്പോൾ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കും. അത് അവിടെ ആരും പോകുന്നതോ കാണുന്നതോ ഒന്നും ഇഷ്ടമല്ല. അത് അവനവൻ്റെ സ്വകാര്യ സ്പേസാണ്. അതായത് അത് വളരെ നിർബന്ധമാണ്. നമ്മൾക്കായാലും നമ്മളും അവിടെ പോകാറില്ല. പോവുകയാണെങ്കിൽ തന്നെ ഒരു വൈകുന്നേരമായിട്ട് പോയി ഒന്ന് കണ്ടുവരിക എന്നല്ലാതെ നമ്മൾ അവിടെ പോയി താമസിക്കുകയോ ഒന്നുമില്ല. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, ജെസി ഡാനിയൽ അവാർഡ്, കേരള ജ്യോതി പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ച MTയെ തേടി സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠവും എത്തി. 2005 പത്മഭൂഷണും 2025 മരണാനന്തരം പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. അദ്ദേഹം പ്രേം നസീർ തൊട്ട് ഇങ്ങോട്ട് മമ്മൂട്ടി, മോഹൻലാലിലൂടെ ഇപ്പോൾ ഫഹദ് ഫാസിൽ, ആസിഫ് അലി വരെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചു, തിരക്കഥയായാലും സംവിധാനത്തിലായാലും. അദ്ദേഹം ആ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നിൽക്കുന്ന സിനിമയിലേക്ക് വരുമ്പോൾ വലിയ മാറ്റം ലോക സിനിമയിലും മലയാള സിനിമയിലും എല്ലാം വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റത്തെ അദ്ദേഹം എങ്ങനെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? പ്രത്യേകിച്ചും ഏറ്റവും അവസാനം ഇറങ്ങിയ 2024 അദ്ദേഹം മരണപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സിനിമയാണ് മനോരഥങ്ങൾ. അശ്വതി തന്നെ അതിൽ ഒരു ആന്തോളജിയിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ തിരക്കഥ സിനിമയാക്കുന്ന ഒരു അനുഭവം, അതിനെ അച്ഛൻ മനസ്സിലാക്കുന്ന ഒരു രീതി ഒക്കെ എങ്ങനെയാണ്? മനോരഥങ്ങൾ ഒരു OTT പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയ ബ്രേക്കിന് ശേഷം, അതായത് പഴശ്ശിരാജയ്ക്ക് ശേഷം അച്ഛൻ സിനിമ അങ്ങനെ അധികം എഴുതിയിട്ടില്ല. 7ാമത്തെ വരവ് പഴശ്ശിരാജ, അത് 2ന് ശേഷം പിന്നെ ഒരു വലിയ ബ്രേക്കാണ്. അപ്പം ഈ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് നമുക്ക് സമയം, ആ സമയത്താണ് OTTയിൽ ഒരുപാട് കണ്ടന്റ് അവർ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞാൻ ടാഗോർ സ്റ്റോറീസ് കാണുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റോറീസ് നെറ്റ്ഫ്ലിക്സിൽ കണ്ടപ്പം അങ്ങനെ ഒരു ഐഡിയ തോന്നി, ഇങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. അതിൻ്റെ ഒരു 2-3 എപ്പിസോഡ് അച്ഛനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ നമുക്കൊന്ന് ആലോചിച്ചുകൂടെ, ആലോചിക്ക്, എന്താ അതിന് വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രോജക്റ്റിനൊരു രൂപം കൊടുക്കുന്നത്. കഥകൾ സെലക്ട് ചെയ്യണം. പിന്നെ അന്ന് ഒരു ഫുൾ ലെങ്ത് സിനിമയെക്കാളും അച്ഛന് കുറച്ചും കൂടി കംഫർട്ട് വർക്ക് ചെയ്യാൻ ഈ ചെറിയ സിനിമകളായിരുന്നു. എന്ന് വെച്ചാൽ ഷോർട്ട് സ്റ്റോറി നമ്മൾ ഷോർട്ട് ഫിലിം ഫോർമാറ്റിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ഇല്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും ഒക്കെ നോക്കുമ്പോൾ കോവിഡൊക്കെ വന്നിരുന്നു ആ സമയത്ത്. അതിന് ശേഷം ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഒരു ഫോർമാറ്റായിരുന്നു. പിന്നെ പുറത്തു പോകുന്നില്ല, ആളുകളെ കാണുന്നില്ല. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരു ഉപാധി കൂടിയായിരുന്നു അത്. അങ്ങനെയാണ് ആ പ്രോജക്റ്റിന് ഒരു ഷേപ്പ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് അച്ഛൻ്റെ സിനിമകൾ സംവിധാനം ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയും അതിനൊരു അവസരം കിട്ടാതെ നിൽക്കുന്ന ഡയറക്ടേഴ്സിന് ആദ്യ പരിഗണന. അങ്ങനെയാണ് പ്രിയൻ സാറ്, ജയരാജേട്ടൻ, ശ്യാം സാറ് ഇവരൊക്കെ വരുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു റോൾ കിട്ടാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കാറുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടിയാണ്. അപ്പോൾ ഈ മനോരഥങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും കണ്ട ഒരു ദൃശ്യമുണ്ട്. അതായത് MT സാറിന്റെ അടുത്ത് നിന്ന് മമ്മൂട്ടി നിൽക്കുന്നു, അദ്ദേഹം മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞ് കിടക്കുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഒരു നല്ലൊരു ദൃശ്യമായിരുന്നു അത്. അവർ തമ്മിലുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു? നല്ല അടുപ്പമായിരുന്നു. മമ്മൂക്ക ഇടയ്ക്ക്, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന ആളാണ്. എപ്പോഴും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ, ആരോഗ്യ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഈ പറഞ്ഞ പോലെ ഒരു അടങ്ങാത്തൊരു അഭിനിവേശമുണ്ട് അദ്ദേഹത്തിൽ, അച്ഛൻ്റെ കഥകളോടും കഥാപാത്രങ്ങളോടും. അതെന്നും ഇനിയും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ തുടക്കവും അച്ഛനിലൂടെയാണ്, ദേവലോകം. അപ്പോൾ ആ ഒരു ബന്ധം, ഒരു കുടുംബമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും നിലനിർത്തി പോന്നു എന്നുള്ളതാണ്. ഇതോ അംഗം, ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ട് കയ്യിൽ?
പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരമടവ്, അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ്? ആയുധമെടുക്ക്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. MT തിരക്കഥയിൽ വന്നിട്ടുള്ള സിനിമകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകാത്തൊരു പേരാണ് ഹരിഹരൻ സാറിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും സംവിധാനം ചെയ്തത് അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ സംവിധാനം ചെയ്തിട്ടുള്ളത് ഹരിഹരൻ തന്നെയാണ്. IV ശശിയുമുണ്ട്. അപ്പോൾ മറ്റ് സംവിധായകർക്ക് വേണ്ടി തിരക്കഥ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുമായിട്ടുള്ളൊരു കെമിസ്ട്രി എങ്ങനെയാണ്? മറ്റുള്ള ഡയറക്ടേഴ്സ് ആരായാലും എനിക്ക് തോന്നുന്നു ഡിസ്കഷൻസ് ഒക്കെ ഇരിക്കും. പിന്നെ അവർക്ക് ചില ചേഞ്ചസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. വളരെ ഓപ്പൺ ആണ്. അങ്ങനെ ഒരു ഇല്ല. ചില കാര്യങ്ങളിൽ നിഷ്കർഷ ഉണ്ട് താനും. പരിണയം എന്ന് പറയുന്ന സിനിമ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് 3 തവണ അവർ മാറ്റി ഡബ് ചെയ്യേണ്ടി വന്നു. ആദ്യത്തെ ഡബിങ് കഴിഞ്ഞ് ഹാപ്പി ആയില്ല, രണ്ടാമത് ചെയ്തു പൂർണ്ണമായിട്ടും. പിന്നെ മൂന്നാമത്തതിൽ വീണ്ടും ക്ലൈമാക്സ് 3 തവണ ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് തൃപ്തിയായത്. അപ്പൊ കൃത്യമായ ധാരണയുണ്ട്. അത് തൃപ്തിയാവാത്തത് അച്ഛനായിരുന്നു. അതായത് ഉണ്ണിമായ അവസാനത്തെ ആ ഡയലോഗ് പറയുന്നത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് അച്ഛന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. മാധവന് പോകാം എന്ന് പറയുന്ന അതിലൊരു മെലോഡ്രാമ ആവശ്യമില്ല. അത് വളരെ കാമായിട്ട് പറയണം, ഓവർ ഇമോഷണൽ ആയിട്ട് പറയരുത്. അപ്പൊ അതുകൊണ്ട് 3 തവണ ആ ഭാഗം മാറ്റി ചെയ്തു എന്നാണ് പറഞ്ഞത് ഭാഗ്യലക്ഷ്മി. അപ്പോൾ അത് അദ്ദേഹത്തിന് ധാരണയുള്ളത് കൊണ്ടാണ്. അത് അങ്ങനെ വേണം, അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പൂർണ്ണതയുള്ളൂ, പെർഫെക്ഷൻ ഉള്ളൂ എന്നുള്ള ധാരണയുള്ളത് കൊണ്ടാണ്. മാധവന്റെ വൻ വേഷങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. മോഹമുണ്ടായിരുന്നു വെച്ചാലും. ഇപ്പോ വേഷം കണ്ടു. വളരെ നന്നായി. മാധവന് പോവാം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ MTയുടെ സംവിധാനത്തിലും തിരക്കഥയിലും പുറത്തിറങ്ങിയ ഒട്ടേറെ സിനിമകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മുറപ്പെണ്ണ്, ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓപ്പോൾ, നിർമാല്യം, കടവ്, വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, നഖക്ഷതങ്ങൾ, പരിണയം, പെരുന്തച്ഛൻ, സദയം, സുഹൃതം, പഴശ്ശിരാജ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ചിത്രങ്ങൾ. തൻ്റെ കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന ജീവിതാവസ്ഥകളെയും അവർ നേരിടുന്ന ആന്തരിക സംഘർഷങ്ങളെയും പ്രതീക്ഷകൾക്കപ്പുറം പ്രേക്ഷകർക്ക് മുന്നിൽ ഫലപ്രദമായി എത്തിക്കാൻ MTയുടെ സർഗഭാവന കൊണ്ട് സാധിച്ചു. കരിയർ തെരഞ്ഞെടുത്തത് ഇപ്പോൾ അശ്വതി നൃത്തമാണ്. അത് കൂടുതലും അമ്മയുടെ ഒരു മേഖലയാണ്. ഇനി സ്വഭാവ സവിശേഷത എടുക്കുകയാണെങ്കിൽ അച്ഛൻ്റെതിന് സാമ്യതയുള്ള എന്ത് സ്വഭാവമാണ് അശ്വതി കിട്ടിയിട്ടുള്ളത്? സംസാരം കുറവാണ്. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. അതങ്ങനെ ആയിപ്പോയി. മനഃപൂർവ്വമല്ല, അതങ്ങനെ മേ ബി ഞാൻ ഒറ്റയ്ക്ക് വളർന്നത് കൊണ്ടാവാം. വേറെ സഹോദരങ്ങളൊന്നും അടുത്തില്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും വളരെ തിരക്ക് പിടിച്ച അവരുടെ കരിയറിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ അമ്മാവന്മാരൊക്കെയാണ് വീട്ടിൽ സഹായത്തിനൊക്കെ നമ്മളെ നോക്കാനൊക്കെ. അപ്പോൾ പുസ്തകങ്ങളാണ് എൻ്റെ ലോകം, എൻ്റെ കൂട്ടുകാരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ വായന അങ്ങനെ കിട്ടിയതാണ്, അച്ഛനിലൂടെ തന്നെ കിട്ടിയതാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പുസ്തകങ്ങളെക്കുറിച്ചോ സിനിമകളെക്കുറിച്ചോ ഒക്കെ സംസാരിക്കാൻ വരുമ്പോൾ അദ്ദേഹം വാചാലനാകാറുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ചില സുഹൃത്തുക്കൾ. അദ്ദേഹത്തിലേക്ക് വളരെ വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിക്കാൻ ആക്സസ് ഉള്ള ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹവുമായിട്ട് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? കുറേ പേരൊക്കെ ഇപ്പം ഇല്ല, മരിച്ചുപോയി. ഇപ്പോൾ ഉള്ളതിൽ ഡോക്ടർ MM ബഷീറുണ്ട്. ബഷീർ അങ്കിളാണ് മരിക്കണവരെയും ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാൾ ബഷീർ അങ്കിളാണ്. ശത്രുഘ്നൻ, ഗോവിന്ദൻകുട്ടി അങ്കിൾ, പിന്നെ ഒരു ബാബു മേത്തർ എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ്. ബാബു അങ്കിളായിട്ട് വളരെ അടുപ്പായിരുന്നു.
പബ്ലിഷേഴ്സിൽ പെപ്പൻ തോമസ് കറണ്ട് ബുക്സിൻ്റെ. നവതിയൊക്കെ വന്നപ്പോൾ കേരളം മുഴുവൻ എല്ലാ മാധ്യമങ്ങളും വായനക്കാരും പ്രസാധകരും എല്ലാം അദ്ദേഹത്തെ ആഘോഷിച്ചു. പക്ഷെ അദ്ദേഹം അപ്പോഴും പറഞ്ഞൊരു കാര്യം, ഞാൻ ചെറുപ്പം തൊട്ടേ ഈ പിറന്നാളൊന്നും ആഘോഷിക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആയിരുന്നോ? അതെ, ആഘോഷങ്ങളോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. പിറന്നാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓണം, വിഷു ആഘോഷമായിട്ട് അങ്ങനെ ഇല്ല. പണ്ടൊക്കെ നാട്ടിൽ പോവുകയായിരുന്നെങ്കിൽ അത് ഫാമിലി എല്ലാവരും ഒത്തുകൂടാനുള്ളൊരു അവസരം. ത്രാടത്തിൻ്റെ അന്നൊരു പായസം ഉണ്ടാവും, തിരുവോണത്തിൻ്റെ അന്നൊരു ചെറിയ സദ്യ. അതിനപ്പുറത്തേക്ക് വലിയൊരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നും. വീട്ടിലും അതെ, ഞങ്ങളങ്ങനെ എൻ്റെ പിറന്നാളാവാം അമ്മയുടെ ആവാം ആഘോഷങ്ങളൊന്നുമില്ല. നല്ലൊരു ആഗ്രഹം തോന്നില്ല ഒരു സമ്മാനം അച്ഛൻ തന്നിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ യാത്രകൾ കഴിഞ്ഞ് വരുമ്പോഴാണ്, പുസ്തകങ്ങളാണ് അധികവും സമ്മാനം. വല്ലപ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നല്ലാതെ പുസ്തകങ്ങളാണ് അധികവും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ പതിവില്ല. അപ്പോൾ ഓണത്തിന് കോടി എടുക്കുക അല്ലെങ്കിൽ പിറന്നാളിന് പുതിയത് എടുക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്കൂളും പഠിക്കുന്ന കാലത്ത് അമ്മ ഇടയ്ക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും വീട്ടിൽ. അത് ഞാൻ നിർബന്ധിച്ചിട്ട് 1-2 തവണ കേക്കൊക്കെ വാങ്ങി തന്നു. പിന്നെ എന്നോട് ഇതൊന്നും നമുക്ക് ശരിയാവില്ല, നമ്മുടെ രീതിയല്ല. അച്ഛനും ഒരു കാലത്തും ആഘോഷങ്ങൾ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ കർക്കിടക മാസത്തിലാണ് ജനിച്ചത്. ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസമാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ പിറന്നാളിന് ആഘോഷം ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതൽ ഭൂതകാല ബാല്യത്തെപ്പറ്റി എഴുതാത്ത ഒരു എഴുത്തുകാരനും ഈ ലോകത്തിലില്ല, പ്രത്യേകിച്ച് കഥ എഴുത്തുകാർ. നമുക്ക് ഓരോ കാലത്തെയും കുറേ അനുഭവങ്ങളുണ്ട്. ചിലത് മാഞ്ഞു പോവും, ചിലത് മായാതെ കിടക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളത്. അച്ഛൻ്റെ ഒരു സാന്നിധ്യം മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ എങ്ങനെയാണ് ആ ഒരു അസാന്നിധ്യം അനുഭവപ്പെടുന്നത്? ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസവും കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടാണ്. നേരാവണ്ണം ഉറക്കം കൂടി കിട്ടില്ല ചില ദിവസം. അത് ബുദ്ധിമുട്ടാണ്. അത് അത്ര എളുപ്പമൊന്നും പൊരുത്തപ്പെടാൻ പറ്റില്ലല്ലോ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന നിളയെ സ്നേഹിച്ച MTയെ കാത്ത് കാലത്തിന്റെ കടവിൽ ഒരു ചെറുപുഞ്ചിരിയുമായി വായനക്കാർ എക്കാലവും ഉണ്ടാകും. കാരണം അനശ്വരമായ രചനകൾ കൊണ്ട് അണയാത്ത അക്ഷര വെളിച്ചമാണ് മലയാളികൾക്ക് MT പകർന്നു നൽകിയത് എന്നത് തന്നെ. സസ്നേഹത്തിൽ MT വാസുദേവൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ അശ്വതി V നായർ. സസ്നേഹം മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.